കേദാർനാഥ് ഹിമാലയത്തിന്റെ മടിത്തട്ടിൽ ഒളിച്ച് ഏകദേശം 11,500 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന, നിശബ്ദത പോലും ഭക്തിയായി മാറുന്ന ശിവന്റെ സ്വന്തം ദേശം കേദാർനാഥ്. മേഘങ്ങൾക്കും മഞ്ഞുമലകൾക്കുമിടയിൽ നിശബ്ദത പോലും ഭക്തിയായി മാറുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ, ദൈവത്തിൻ്റെ ആത്മാന്വേഷണത്തിൻ്റെ കഥയാണ് ഈ യാത്രാ വിവരണം. എല്ലാവർക്കും കേദാർനാഥ് യാത്രയുടെ വിശേഷങ്ങളിലേക്കും മനസ്സ് കുളിർക്കുന്ന കുറച്ച് കാഴ്ചകളിലേക്കും സ്വാഗതം. കേദാർനാഥിലേക്കുള്ള എൻ്റെ യാത്രയുടെ തുടക്കം ഋഷികേശിൽ നിന്നായിരുന്നു കേട്ടോ. ഋഷികേശിൻ്റെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നാണ് എനിക്ക് ആദ്യം തന്നെ സോനപ്രയാഗിലേക്ക് ബസ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. 500 രൂപയാണ് ബസ്സിന് കോസ്റ്റ് വരുന്നത്. ഇത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ്. നമ്മുടെ ഗവൺമെൻറ് ബസ് സ്റ്റാൻഡ് തൊട്ടടുത്ത് തന്നെയാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. ഞാൻ ഏകദേശം 6:30 ആയപ്പോൾ തന്നെ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ബസ് ഫില്ലായാൽ മാത്രമേ അവിടെ നിന്ന് എടുക്കുള്ളൂ, അല്ലാണ്ട് കൃത്യമായ ടൈമിംഗ് അല്ല ബസ്സിന് വരുന്നത്. 5:30 മുതൽ ബസ് സർവീസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പം മുതൽ ഓരോ ബസ് പോകുന്നതനുസരിച്ച് അടുത്ത ബസ് സോനപ്രയാഗിലേക്ക് ഉണ്ടായിരിക്കും. സോനപ്രയാഗ് എത്തിയതിന് ശേഷം അവിടെ നിന്ന് ഗൗരികുണ്ടിലേക്ക് ജീപ്പ് പിടിച്ചിട്ടാണ് പോകേണ്ടത്. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നതാണ് നമ്മളുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഋഷികേശ്. ബസ്സിൻ്റെ ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം ഒരു ചൂട് ചായ കുടിച്ചിട്ടാവാം ബാക്കി യാത്ര എന്ന് ഞാൻ തീരുമാനിച്ചു. നമ്മുടെ ചേട്ടൻ എനിക്ക് വേണ്ടി ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല തണുവുള്ള അന്തരീക്ഷമാണ് കേദാർനാഥിലേക്ക് പോകുന്നതിന് മുന്നേ ഋഷികേശിൽ നിന്ന് തന്നെ എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വെളുപ്പാങ്കാലം ഒരു ചൂട് ചായയൊക്കെ കുടിച്ചിട്ട് പതിയെ യാത്ര തുടങ്ങാൻ ഞാൻ തീരുമാനിച്ചു. ഹലോ, അപ്പോൾ നമ്മൾ ജേർണി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇപ്പോൾ ഞാനുള്ളത് ഋഷികേശിലാണ്. ഋഷികേശ് ബസ് സ്റ്റാൻഡിൽ നിന്ന് തുടങ്ങുന്നത്. ഗവൺമെൻറ് ബസ് സ്റ്റാൻഡ് അല്ല, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ്. അവിടെ നിന്ന് 500 രൂപയാണ് ബസ് ടിക്കറ്റ് വരുന്നത്. ഗവൺമെൻറ് ബസ് പോവില്ല, പക്ഷേ പ്രൈവറ്റ് ബസ് നമ്മൾ ഈ പറയുന്ന മാതിരി ഋഷികേശിൽ നിന്ന് ഗൗരികുണ്ട് വരെ പോവും എന്നാണ് ഇതിൽ എഴുതിയേക്കുന്നത്. നമുക്ക് നോക്കാം ഇവിടം വരെ എത്തും എന്നുള്ളത്. ഏകദേശം ഒരു 8-9 മണിക്കൂർ ജേർണി മിനിമം ഉണ്ട്. അപ്പോൾ ഇതാണ് ബസ് നിങ്ങൾ കാണുന്നത്. കുറച്ച് നേരത്തെ വന്ന് നമ്മൾ വിചാരിക്കുന്ന സീറ്റ് കിട്ടും. ആൻഡ് ഫസ്റ്റ് ബസ് 5 മണിക്കാണ്, അത് പോയി. ഇതിപ്പോൾ സെക്കൻഡ് ബസ്സാണ്. അവിടെ ടൈം ഒന്നുമില്ല, അത് നേരത്തിനനുസരിച്ച് എടുക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ദാറ്റ്സ് ഇറ്റ്. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കണ്ടും കേട്ടും പറഞ്ഞ് മുന്നോട്ട് പോവാം. സോ ലെറ്റ്സ് ഗോ ദിസ് ടൈം കേദാർനാഥ്. അങ്ങനെ ഏകദേശം രാവിലെ 7 മണി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ബസ് എടുത്തത്. ഞാൻ 6 മണി തൊട്ട് ഈ ബസ്സിൽ ഇരിപ്പായിരുന്നു. ഫസ്റ്റ് ബസ് മിസ്സായിട്ടുണ്ടായിരുന്നു എനിക്ക്. മുന്നേക്കുള്ള യാത്രയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ റോഡൊക്കെ അത്യാവശ്യം ക്ലിയർ ആണ് ആദ്യത്തെ ഒരു 5 മണിക്കൂർ വരെ. അതായത് ശ്രീനഗർ വരെ റോഡൊന്നും കുഴപ്പമില്ല. അതിനുശേഷമാണ് റോഡിന് ബുദ്ധിമുട്ട് വരുന്നത്. നമുക്ക് ഓൾമോസ്റ്റ് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും 8 മണിക്കൂറോളം ജേർണി ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ പ്രൈവറ്റ് ലോക്കൽ ബസ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പൊടിയും പൊട്ടും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ രസമാണ്. നമ്മൾ ഈ പറയുന്ന പാന്തിരി അളകനന്ദ നദിയും ഭാഗീരഥി നദിയൊക്കെ ഒഴുകുന്ന വഴിയൊക്കെ കണ്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായിട്ടുള്ളൊരു ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ, റോഡുകളിൽ കൂടെയുള്ള യാത്ര. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഒരു ഈവനിങ് 3 മണിയോടൊക്കെ അടുപ്പിച്ചാണ് സോനപ്രയാഗിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ബസ് ഇറങ്ങിയിട്ട് ഇതുമാതിരി നമ്മൾ ഏകദേശം 1 കിലോമീറ്റർ നടക്കണം സോനപ്രയാഗിലെത്താൻ. സോനപ്രയാഗിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ മുന്നെയാണ് ഗൗരി കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ അന്ന് സോനപ്രയാഗിലാണ് നിന്നത്. നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നതാണ് ഞാൻ നിന്നിട്ടുണ്ടായിരുന്ന ഡോർമെട്രി. അപ്പോൾ ഇവിടെ നമുക്ക് ബാഗ് വെക്കാൻ ലോക്കർ സർവീസും ഉണ്ട്, അതുപോലെ തന്നെ കിടക്കാൻ വേണ്ടിയിട്ടുള്ള ഡോർമെട്രി ഫെസിലിറ്റീസും ഉണ്ട്. ബേസിക് ഫെസിലിറ്റീസ് ആണ് വരുന്നത്, അത് മാത്രമേ എക്സ്പെക്ട് ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾക്ക് ഒരു ദിവസം 150 രൂപ, ചില സമയത്ത് 200 രൂപയാണ് ഇവിടെ കോസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതുമാതിരി ബങ്ക് ബെഡ് ആയിരിക്കും ഉണ്ടായിരിക്കാം. നിങ്ങൾക്ക് കമ്പലുണ്ടായിരിക്കും, കിടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തലയണ ഉണ്ടായിരിക്കും. പിന്നെ ഇവിടെ തന്നെ ട്രക്കിന് വേണ്ടിയിട്ടുള്ള റെൻ്റൽ എസെൻഷ്യൽസ് ഇവർ റെൻ്റ് ഔട്ട് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇല്ലാത്ത സാധനങ്ങൾ ഇവിടെ വന്ന് വാങ്ങിക്കാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വെച്ച് പിടിച്ചു. കാര്യം രാവിലെ അവിടെ നിന്ന് കുടിച്ച കോഫി മാത്രമേ വയറ്റിലുണ്ടായിരുന്നുള്ളൂ, ബസ് എവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. സോ ഉച്ച കഴിഞ്ഞ് ഏകദേശം ഒരു 4 മണിയായി ഞാൻ ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പം ഈ കാണുന്ന ഥാലി ഏകദേശം 150 രൂപയ്ക്കാണ് അവർ സെല്ല് ചെയ്യുന്നത്. അതിൽ പനീർ ഉണ്ടായിരിക്കും, സബ്സി ഉണ്ടായിരിക്കും, ദാൽ ഉണ്ടായിരിക്കും, റൊട്ടി ഉണ്ടായിരിക്കും. അപ്പോൾ ഇതുമാതിരി വെജ് ഥാലിയാണ് മെയിനായിട്ട് കിട്ടുക. പിന്നെ നിങ്ങൾക്ക് പറോട്ടയും കിട്ടും. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടാവട്ടെ ബാക്കി പരിപാടി എന്ന് കരുതി ഞാൻ ആദ്യം തന്നെ ഭക്ഷണത്തിൻ്റെ കേസൊക്കെ ഒന്ന് സൈഡാക്കി. ഹലോ, അപ്പോൾ നമ്മൾ രാവിലത്തെ എഴുന്നേറ്റിട്ടുണ്ട്. സമയം ഇപ്പോൾ അറൗണ്ട് 4 to 4:30 ആണ് ടൈമുള്ളത്. അപ്പോൾ നമുക്കിന്ന് ഇവിടുന്ന് മൂവ് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ ഗൗരികുണ്ടിലോട്ടാണ് പോകുന്നത്. ഒരു 5 കിലോമീറ്റേഴ്സ് നമുക്ക് ജീപ്പിൽ പോകണം. 50 രൂപയാണ് ചാർജ് പറഞ്ഞിട്ടുള്ളത്. അതിന് പോയി നോക്കണം എങ്ങനെയാണ്. അതിന് മുന്നേ നമുക്ക് എൻട്രി പെർമിറ്റൊക്കെ കാണിക്കണം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വഴി പറയാം. അതിനുശേഷം നമുക്കിന്ന് 18 കിലോമീറ്റർ നടക്കണം. അപ്പോൾ രാവിലെ വെള്ളം ഉണ്ടായിരുന്നില്ല വാഷ്റൂമിൽ, അപ്പോൾ അത് കാരണം വെറ്റ് കൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇറങ്ങിയിട്ട് മൂവ് ചെയ്യാം. ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയേ. So yeah, let's do it guys. ആക്ച്വലി ഞാനൊരു 3:30 ഇറങ്ങണമെന്ന് വിചാരിച്ചിരുന്നതാണ്. ബട്ട് ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി ലേറ്റ് നൗ. ബട്ട് സ്റ്റിൽ ലെറ്റ്സ് ഗോ.
ഇതാണ് ഇവിടുത്തെ എൻട്രി വഴി. അപ്പോൾ ഈ വഴി നമ്മൾ പെർമിറ്റൊക്കെ കാണിച്ചിട്ട് വേണം മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പോലീസ് സ്റ്റേഷൻ സോൻപ്രയാഗ്. സോ ലെറ്റ്സ് ഗോ ഹിയർ. ഇതാണ് ഇവിടുത്തെ എൻട്രി പോയിന്റ്. ഇവിടെ നമ്മൾ എൻട്രി ചെയ്തിട്ട് വേണം മുന്നോട്ടേക്ക് പോവാൻ. സോ മുന്നേ പോയിട്ട് നമുക്ക് ജീപ്പ് കണ്ടുപിടിക്കണം എവിടെ നിന്നാണെന്നുള്ളത്. സോ എല്ലാവരും നടക്കുന്ന വഴി നമുക്ക് നടന്നു നോക്കാം. ലെറ്റ്സ് ഗോ. സോ ഞാനൊരു ബോട്ടിൽ വെള്ളക്കുപ്പി വാങ്ങിച്ചു. കാരണം വെള്ളം രാവിലെ കുടിക്കാൻ നനയ്ക്കാൻ ഒന്നിനും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് കുടിച്ചിട്ടൊക്കെ പോകാമെന്ന് വെച്ചു. സോ ലെറ്റ്സ് ഗോ. ഇരുട്ട് തന്നെയാണ്, നല്ല റഷുണ്ട്, പോയി നോക്കാം. സോ നമ്മളിതേ ജീപ്പൊക്കെ പിടിച്ചിട്ട് ഗൗരികുണ്ടിലേക്ക് എത്തി. ഇവിടം വരെ ജീപ്പ് പോകും ട്രാഫിക് കാരണം. അപ്പം ഞാൻ എവിടെ വന്നിട്ട് കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞേക്കാണ്. ദൂത് നെയ് ഡാൽനി ബിനാ ദൂത് കെ ബോലാ. ഹാ, അപ്പം ഞാനൊരു ബ്ലാക്ക് കോഫി കുടിച്ചിട്ട് കയറാനാണ് പ്ലാൻ. നല്ല തണുവുണ്ട്, മുകളിൽ സ്റ്റാർസ് ഉണ്ട്, നിങ്ങൾക്ക് കാണുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സോ നല്ല റഷും ഉണ്ട്. സോ ചേട്ടൻ ഇവിടെ കോഫി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കോഫി കുടിച്ചിട്ട് കയറണം. പിന്നെ ഞാൻ 2 പഴമൊക്കെ വാങ്ങി കയ്യിൽ വെച്ചിട്ടുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. ഞാനിപ്പോൾ ഒരു കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ ബ്ലാക്ക് കോഫിക്ക് ഏകദേശം 30 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ അത് കുടിച്ചിട്ട് ഇവിടുന്ന് ഇനിയിപ്പോൾ മൂവ് ചെയ്യണം. നിങ്ങൾക്ക് കാണുന്നതെന്ന് എനിക്കറിയില്ല, വെട്ടം കുറവാണ്. സോ ബ്ലാക്ക് കോഫിയാണ് ഞാൻ ട്രെക്കിന് മുന്നേ എടുത്ത്. എനിക്ക് ഇത്തിരി എനർജി ഉണ്ടായിരിക്കും, അതുകൊണ്ടാണ്. പിന്നെ ഒരു ചെറിയ ബനാനയും കഴിച്ചു. സോ ലെറ്റ്സ് ഗോ. നല്ല തണുവുണ്ട് കേട്ടോ. ഇതെവിടെ നിന്നാണ് നമ്മൾ നടന്നു പോകുന്ന ആൾക്കാരുടെ വഴി സ്റ്റാർട്ട് ചെയ്യുന്നത്, കേദാർനാഥ് പൈതൽ മാർഗ്. അപ്പോൾ വണ്ടി വന്ന് നിർത്തുന്ന പിന്നെ നമുക്ക് ഏകദേശം ഒരു 200 മീറ്റർ നടക്കണം. കണ്ടോ, റഷ് ഉണ്ട് നന്നായിട്ട്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ട്രയൽ ഫ്രം ഹിയർ. ആദ്യത്തെ കുറച്ച് ഡിസ്റ്റൻസ് ഫുൾ നമ്മൾ പറയുന്ന മാതിരി സ്ട്രീറ്റിൽ കൂടെയാണ് ഇങ്ങനെ നടക്കുക. ഒടുക്കത്തെ റഷും. സോറി നല്ല തണുപ്പുണ്ട്. ഇനിയിപ്പോൾ ഒരു കയറ്റം കയറി ഇറങ്ങി വന്നിരിക്കുകയാണ്. എനിക്ക് നല്ല സ്ഥലത്ത് ഒരു സ്ഥലത്ത് സൺറൈസ് കിട്ടിയ കൊള്ളാറുണ്ട്. അതാണ് ഇപ്പോഴത്തെ ആഗ്രഹം. ഇപ്പം ഇത് എഗെയിൻ ഒരു എൻട്രി പോയിന്റ് ആണ്. ഇതിൻ്റെ അപ്പുറത്തു നിന്നാണ് നമുക്ക് കുതിര എടുത്തു തുടങ്ങുന്നത്. കുതിര ഇവിടെ ഉണ്ടാവും. അപ്പോൾ അവിടുന്ന് ഇനി കുതിര എടുത്തിട്ട് പോകുന്ന ആൾക്കാരുടെ തിരക്കും കൂടെ നമ്മുടെ വെയിലുണ്ടായിരിക്കും. സോ ഒഫീഷ്യലി നമ്മൾ ആ പാത്തിലോട്ട് കയറുകയാണ്. അപ്പോൾ ഇനി കുതിരച്ചാണകം അതുപോലെ തന്നെ റഷ് ബഹളം ഒക്കെ ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ആൻഡ് ഇപ്പം നിങ്ങൾ കാണുന്നതാണ് ഈ ഒഫീഷ്യലായിട്ട് നമ്മൾ പോകേണ്ട വഴി, നമ്മുടെ ട്രയൽ. അപ്പോൾ ഈ കാണുന്ന പോലെ സ്നോ ക്യാപ്പ് മൗണ്ടെയ്ൻസ് ഒക്കെ നമുക്ക് കണ്ടു തുടങ്ങിയിട്ടുണ്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ. പിന്നെ നല്ല പോലെ തിരക്കുണ്ട്. ആദ്യത്തെ കുറച്ച് ടൈം അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുമുണ്ട് നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട്. നടക്കുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ്. നമ്മുടെ ബാക്കിൽ കൂടെ ആൾക്കാരെ ചുമന്ന് കൊണ്ടുപോകുന്ന ആൾക്കാരുടെ തിരക്കുണ്ടായിരിക്കും. അതിനോടൊപ്പം കുതിരക്കാരുടെ തിരക്കും ഉണ്ടായിരിക്കും. പോകുന്ന വഴിക്ക് നമുക്ക് ഇതുമാതിരി ചെറിയ ചെറിയ മൂർത്തികൾ കാണാൻ പറ്റും. ഇതിപ്പോൾ ഒരു ഹനുമാൻ്റെ പ്രതിഷ്ഠയുള്ള ഒരു ചെറിയ അമ്പലം പോലെയുള്ളൊരു സ്ഥലമാണ്. ഇങ്ങനത്തെ പ്രതിഷ്ഠകൾ നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റും. പിന്നെ ഏറ്റവും ബുദ്ധിമുട്ട് വരുന്നത് ഇങ്ങനെയുള്ള സ്റ്റെപ്പും കയറ്റവും കൂടെ മിക്സ് ചെയ്തിട്ടാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഇതേപോലുള്ള വഴി തന്നെയാണ്. അതല്ലാണ്ട് ഇൻ ബിറ്റ്വീൻ വേറെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള പാത്തൊന്നുമില്ല. കയറ്റം തന്നെ കയറി ഇറങ്ങി തന്നെയാണ് നമ്മൾ ഫുള്ള് ജേണി മൂവ് ചെയ്യേണ്ടത്. അതിനോടൊപ്പം ഇതുമാതിരി കുതിര പാസ് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ മുന്നിൽ കൂടെയും കുതിര പാസ് ചെയ്യും, ബാക്കിൽ കൂടെയും പാസ് ചെയ്യും. അപ്പോൾ അത് കാരണം നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ് പാത്ത് നടക്കാൻ. കാരണം നമ്മൾ ഇൻ കേസ് ഇപ്പോൾ കുതിര വരുന്നത് കണ്ടിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ബാക്കിൽ വന്ന് ഹിറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മളറിയാം വീഴാൻ ചാൻസ് കൂടുതലാണ്. സോ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ള വഴി തന്നെയാണ്. നമ്മൾ ടയേർഡായി തുടങ്ങും സ്റ്റാർട്ടിങ്ങിൽ തന്നെ കയറ്റം കയറി കഴിയുമ്പോൾ. പിന്നെ എൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി ഐ വാസ് ക്യാരിങ് മൈ ബാക്ക് പാക്ക്. ഇറ്റ് വാസ് അറൗണ്ട് 10 kg വെയിറ്റ് ഉണ്ടായിരുന്നു. സോ അതിൻ്റേതായിട്ടുള്ള നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ട് എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പ്ലസ് ജാക്കറ്റ് യൂസ് ചെയ്തിരുന്ന കാരണം ആദ്യം തന്നെ നല്ല സ്വെറ്റിയായി. പിന്നെ ഞാൻ റിമൂവ് ചെയ്തു ജാക്കറ്റ്. സോ ദിസ് വാസ് മൈ ബ്രേക്ക്ഫാസ്റ്റ് ഓൺ ദ ഫസ്റ്റ് ഡേ. ഞാൻ ട്രക്കിന് മുന്നേ അധികം ഭക്ഷണം കഴിക്കില്ല, കാരണം എനിക്ക് ഓക്കെ ആവാറില്ല. അതുകൊണ്ട് ഞാൻ ട്രയലിൻ്റെ ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും കഴിക്കാൻ ചെയ്യാറ്. അത് മോസ്റ്റ്ലി കാർബ്സ് ഫില്ലായിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും. പിന്നെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ചെറിയ വാട്ടർ ക്രോസിംഗ് ആണ്. നമ്മൾ പോകുന്ന വഴിക്ക് ഇതുമാതിരി 3-4 വാട്ടർ ക്രോസിംഗ് നമുക്ക് കാണാൻ പറ്റും. അവിടെയൊക്കെ ഈ പറയുന്ന മാതിരി തിരക്കായിരിക്കും. വെള്ളം ഞാൻ പോകുന്ന സമയത്ത് അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്നാൽ നമുക്ക് അത്ര വലിയ വാട്ടർ ക്രോസിംഗ് ബുദ്ധിമുട്ടുള്ള രീതിയിലൊന്നും ഉണ്ടായിരുന്നില്ലതാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ എത്തിപ്പെടേണ്ട സ്ഥലം. അങ്ങ് ദൂരെ
കാണുന്നതാണ് നമ്മളുടെ കേദാർനാഥിൻ്റെ ബേസ് ക്യാമ്പ്. നമ്മളിത് ഇത്രയും അറ്റത്താണ് നിൽക്കുന്നത്. ഓൾമോസ്റ്റ് ഇപ്പം ഞാനൊരു 4-5 കിലോമീറ്ററാണ് കവർ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓൾമോസ്റ്റ് ഒരു 16 കിലോമീറ്റർ ഇനിയും കവർ ചെയ്യാനുണ്ട് ടോട്ടലി. കാര്യം ഞാൻ ഉദ്ദേശിക്കുന്നത് ടോട്ടൽ ട്രെക്ക് വരുന്നത് 18 കിലോമീറ്ററാണ്. പക്ഷെ എനിക്ക് ജീപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 2 കിലോമീറ്റർ നേരത്തെ നടന്നിരുന്നു. അപ്പോൾ എല്ലാം കൂടെ ടോട്ടലി അത്യാവശ്യം ഒരു 20 കിലോമീറ്റർ നിയർ ബൈ എനിക്ക് ഇന്നത്തെ ഒരു ദിവസം കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ടൗൺ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 9 കിലോമീറ്റർ കവർ ചെയ്തു. ഇനി വീണ്ടും നമുക്കൊരു 9 കിലോമീറ്ററും കൂടെ ഉണ്ട്. ആക്ച്വലി ഭയങ്കര ഡിഫിക്കൽട്ടാണ് കേട്ടോ. ഡിഫിക്കൽട്ട് ഇൻ ദ സെൻസ് ഫുള്ള് കയറ്റാണ്, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഇപ്പം ഞാനൊരു 9 കിലോമീറ്റർ കയറിയത് മൊത്തം കയറ്റായിരുന്നു. 3 മണിക്കൂർ എടുത്തിട്ടാണ് കയറിയിട്ടുള്ളത്. ഇനിയുണ്ട് ഒരു 9 മണിക്കൂറും കൂടെ, 9 കിലോമീറ്റർ കൂടെ. സോ അഗൈൻ ഇറ്റ് വിൽ ടേക്ക് അറൗണ്ട് 3 hours. സോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് മൂവ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഒരു കടയിൽ ഇപ്പോൾ കയറിയൊക്കെയാണ്. കാര്യം സ്നാക്സ് ഒക്കെ ഉണ്ട് കയ്യിൽ, പക്ഷേ എനർജി വേണം, ഇല്ലാന്നുണ്ടെങ്കിൽ കയറാൻ പറ്റൂല. ഡെഫിനറ്റ്ലി ഐ നീഡ് ടു. ഫുള്ള് കുതിരകളാണ് ഞാൻ കാണിച്ചത്. സോ അപ്പോൾ ഞാൻ ഇങ്ങനൊരു കടയിൽ കയറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ. സോ ദാറ്റ്സ് ഇറ്റ്. സോ ഭക്ഷണം കഴിക്കേണ്ട അവസ്ഥയായി, നല്ലവണ്ണം ടയേർഡായി. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പം ഫുഡ് കഴിക്കാൻ പോവാണ്. ഞാനൊരു ചെറിയ ധാബയിൽ നിർത്തി, അത് ആലു പറാത്ത പറഞ്ഞു. ആൻഡ് ദിസ് ഈസ് ദ റൂട്ട് ആൻഡ് ദിസ് ഈസ് ദ ഷോപ്പ്. സോ അപ്പോൾ കഴിച്ചിട്ട് മൂവ് ചെയ്യാം. നല്ല കഷ്ടപ്പാടാണ് മക്കളെ, ഭക്ഷണമൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നടക്കൂല. നല്ല കയറ്റാണ്, കൂടെ ചെളി കുതിര എല്ലാം ഉണ്ട്. ഇപ്പോൾ 9 കിലോമീറ്റർ നമ്മൾ കവർ ചെയ്തു. ഇനിയുണ്ട് ഓൾമോസ്റ്റ് 9 കിലോമീറ്ററും കൂടെ. സോ ലെറ്റ്സ് ഡു ഇറ്റ് ടുഗദർ. ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്ന ആലു പറാത്തിൽ ഒടുക്കത്ത് ഉപ്പായത് കാരണം കുറച്ച് മുന്നോട്ട് പോയിട്ട് പിന്നെ ഞാൻ കുറച്ച് ബോയിൽഡ് ചന വാങ്ങിക്കേണ്ട അവസ്ഥ എനിക്ക് വന്നു. കാരണം ആ പറാത്ത വായിൽ വയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സോ കുറച്ച് നേരം നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഇപ്പം നിങ്ങളങ്ങ് ദൂരെ കാണുന്നത് ഓൾമോസ്റ്റ് ഈ ഭാഗങ്ങളിലൊക്കെ നിങ്ങൾക്ക് ടെൻറ്റ് കാണുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ ഇവിടെയൊക്കെ ആൾക്കാർ വന്ന് സ്റ്റേ ചെയ്യാറുണ്ട്. ടെൻറ്റ് ഫെസിലിറ്റീസ് ഇൻ ബിറ്റ്വീൻ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. ഇൻ കേസ് ഫസ്റ്റ് ഡേ ട്രെക്ക് ചെയ്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇൻ ബിറ്റ്വീൻ എവിടെയെങ്കിലും നിങ്ങൾക്ക് സ്റ്റേ ബാക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ അഗെയിൻ യു ക്യാൻ സ്റ്റാർട്ട് യുവർ ട്രെക്ക്. ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് അത്യാവശ്യം നല്ലപോലെ ഹൈറ്റ് കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏകദേശം മുകളിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഓൾമോസ്റ്റ് ഒരു 5 കിലോമീറ്ററാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എത്തിക്കഴിയുമ്പം നല്ലൊരു പീസ്ഫുൾ വ്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ വാലിയുടെ മുഴുവൻ ബ്യൂട്ടിയും ഈ ഒരു പോയിന്റ് നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടെ നിന്നിട്ടാണ് നമുക്കിനി വീണ്ടും മുകളിലോട്ട് ഒരു 5 കിലോമീറ്റേഴ്സ് ലാസ്റ്റ് സ്ട്രെച്ച് വരുന്നത്. ബട്ട് ഐ റിയലി ലവ് ദിസ് പ്ലേസ്. കാരണം ഈ ബഹളവും കുതിരയും ഇടുങ്ങിയ വഴിയൊക്കെ കഴിഞ്ഞിട്ട് അത്യാവശ്യം ക്ലിയർലി മൗണ്ടൈൻ വ്യൂ കാണാൻ പറ്റുന്നൊരു പോയിന്റ് ആയിരുന്നു കേട്ടോ ഇവിടെ ഉള്ളത്. ആൻഡ് ഫൈനലി അറൗണ്ട് 1:30 നമ്മളിതേ ബേസ് ക്യാമ്പ് എത്തിയിരിക്കുകയാണ്. എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒറ്റ കാര്യമുള്ളൂ, ഐ നീഡ് ഫുഡ്. അത്രയും വിശക്കുന്നുണ്ടായിരുന്നു. സോ എൻ്റെ മുന്നിൽ ഭക്ഷണം കിട്ടിയപ്പോഴത്തേക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വാസ് ഇൻ ഹെവൻ. സോ ഒരു ചെറിയ ധാബി കയറിയിട്ട് ആദ്യം ഭക്ഷണം കഴിച്ചു. അപ്പോൾ ആക്ച്വലി നമ്മൾ കേദാർനാഥ് പോകാൻ വേണ്ടിയിട്ട് ഒരു എൻട്രി രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നമ്മൾ ഓൺലൈനായിട്ടാണ് ചെയ്യേണ്ടത്. ആ രജിസ്ട്രേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു QR കിട്ടും. ആ QR നമ്മൾ ഇവിടുത്തെ എൻട്രി പോയിന്റിൽ കാണിച്ചു കഴിയുമ്പോൾ അവർ നമുക്കൊരു ഫിസിക്കൽ ടിക്കറ്റ് തരും. അതും കൊണ്ടാണ് നമ്മൾ ഈ ടെമ്പിളിൽ കിടക്കേണ്ടത്. അതുപോലെ തന്നെ അതിൻ്റെ സൈറ്റ് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഏത് സൈറ്റിൽ നിന്നാണ് നിങ്ങൾ അതിൻ്റെ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ക്യൂ ആണ്. ടെമ്പിളിൻ്റെ കോമ്പൗണ്ടിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ക്യൂ അല്ല, ദർശനത്തിന് വേണ്ടി കയറാൻ വേണ്ടിയിട്ടുള്ള ക്യൂ ആണ്. അത് ലോങ് ക്യൂ ആയിരിക്കും.
ഏർലി മോർണിംഗും അതുപോലെ തന്നെ ഈവനിങ്ങും ആണ് ആരതി ഉണ്ടാവുക. അപ്പോൾ ആരതിയുടെ തിരക്കാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അത്യാവശ്യം ഭയങ്കര റഷായിരിക്കും ആരതിയുടെ സമയത്ത്. നമുക്ക് പ്രോപ്പറായിട്ടൊരു വ്യൂ ഒന്നും കിട്ടില്ല നൈറ്റ് ടൈമിൽ, പക്ഷേ ആരതിയുടെ ആ ഒരു ഫീൽ നമുക്ക് കിട്ടും. കുറച്ച് നേരം ആരതി കണ്ടതിന് ശേഷം ഞാൻ നേരെ ടെൻറ്റിലേക്ക് പോയിട്ട് കിടന്നുറങ്ങി. ഒന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഐ വാസ് വെരി 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 മച്ച് ടയർഡ്. ആക്ച്വലി വീഡിയോസ് ഒന്നും ഇന്നലെ എടുക്കാൻ പറ്റിയില്ല, ഭയങ്കര ടയേർഡായിരുന്നു. മാത്രമല്ല പിന്നെ കുറേ തിരക്കായിരുന്നു. അപ്പോൾ ബേസിക്കലി ഇപ്പോൾ ഞാൻ കേദാർനാഥിലാണ് ഉള്ളത്. കേദാർനാഥിൽ ടെൻറ്റിലാണുള്ളത്. എന്തൊന്നും നോക്കണ്ട, കംപ്ലീറ്റ് മെസ്സാണ്. സോ നമുക്കിവിടെ സ്റ്റേ ഓപ്ഷൻസ് ആയിട്ട് നിങ്ങൾക്ക് ടെൻറ്റ് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഗവൺമെൻറ് ടെൻ്റ് ആണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 600-700 റുപ്പീസൊക്കെ നമ്മൾ പേ ചെയ്യേണ്ടി വരും. അതേസമയം നിങ്ങൾക്ക് പ്രൈവറ്റ് ടെൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ 200 റുപ്പീസ് തൊട്ട് കിട്ടും. അപ്പോൾ എനിക്ക് ഈ ടെൻറ്റ് കിട്ടിക്കുന്നത് 200 രൂപയ്ക്കാണ്. അപ്പോൾ എൻ്റെ സ്റ്റേക്ക് ഇവിടെ എക്സ്പെൻസ് എനിക്ക് വന്നിട്ടുള്ളത് വെറും 200 രൂപയാണ്. അപ്പോൾ ഞാൻ ഇയാളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ്, അതായത് ഞാൻ ഈ ടെൻറ്റ് എടുത്തേക്കുന്ന ആളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ കോൾ ഹിം ആൻഡ് യു ക്യാൻ കം ഹിയർ ആസ് വെൽ. അത്യാവശ്യം നല്ല ടെൻറ്റാണ്. നിങ്ങളൊരു 3-4 പേരൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ സെറ്റായിരിക്കും. അപ്പം ഈ ടെൻറ്റ് ആക്ച്വലി 3 ഷെയറിംഗ് ആണ്. ഞാൻ ഒറ്റയ്ക്കുള്ളതുകൊണ്ട് എനിക്ക് സിംഗിളായിട്ട് കിട്ടിയതാണ്. സോ ഞാൻ ബാക്കി പുറത്തതൊക്കെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് വരുന്നത്. ടോയ്ലറ്റ് ഔട്ടറിലാണ്, സുലഭിൻ്റെ ടോയ്ലറ്റ്സ് ഉണ്ട്, അതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. സോ ഓക്കെ, കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഞാൻ നിൽക്കുന്ന ടെൻറ്റിൻ്റെ പരിസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊക്കെ വലിയ ടെൻറ്റുകളാണ്, ടീമായിട്ട് വരുന്നവർക്ക് യൂസ് ചെയ്യാം. ടെമ്പിളിൽ നിന്നൊരു 100 മീറ്റർ ഇപ്പുറമാണ് ഈ ടെൻറ്റ് വരുന്നത്. ഇതാണിപ്പോൾ ഞാൻ കിടക്കുന്ന ടെൻറ്റ്. ദിസ് ഈസ് ഉൾവശം ഞാൻ കാണിച്ചു തരാം. നോർമലി നമ്മുടെ നാട്ടിൽ യൂസ് ചെയ്യുന്ന ഡെക്കാത്ലോണിൻ്റെ പോലത്തെ തന്നെ ടെൻറ്റാണ് കേട്ടോ. കമ്പലുണ്ടാവും, അതിനോടൊപ്പം തന്നെ തലേണ ഉണ്ടാവും. വ്യൂ ഇതാണ്. പിന്നെ ടോയ്ലറ്റ് വരുന്നത് അവിടെ ആയിട്ടാണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നിങ്ങൾ ബദ്രിനാഥ് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓപ്ഷൻ നോക്കുകയാണ് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡയറക്റ്റ്ലി ചൂസ് ദ ടെൻസ്. അപ്പോൾ നല്ല വെയിലുണ്ട് കേട്ടോ. ഞാൻ സൺഗ്ലാസ് എൻ്റെ കയ്യിൽ നിന്ന് പോയി, അപ്പോൾ അത് കാരണമുള്ള പ്രശ്നമാണ്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓപ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 200-300 റുപ്പീസ് നിങ്ങൾക്ക് ടെൻറ്റ് അവൈലബിൾ ആയിരിക്കും. ഫുഡിന് ഏകദേശം ഇവിടെ ഒരു മീലിനൊരു 250-200 റുപ്പീസ് വരും. ഥാലിയായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ പറാഠ കാര്യങ്ങളൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ 50 രൂപ, 70 രൂപ, 100 രൂപ റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് കിട്ടും. സോ പെർ ഡേ നിങ്ങൾക്കൊരു 500 രൂപ മാക്സിമം ചിലവിൽ യു ക്യാൻ സ്പെൻഡ് ഹിയർ. അപ്പോൾ രാവിലെ ഒന്ന് ഫ്രഷപ്പ് ആയതിനു ശേഷം ഞാൻ നേരെ ടെമ്പിളിലോട്ട് വെച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം മോർണിംഗ് ഒരു 10 o'clock 9 o'clock ആയി ഞാൻ ടെമ്പിളിലേക്ക് ചെല്ലുമ്പോൾ. പക്ഷേ ഐ റിയലി വാണ്ട് ടു എക്സ്പ്ലോർ നിയർ ബൈ പ്ലേസസ്. ടെമ്പിളിൻ്റെ അടുത്ത് ഒരുപാട് സാധനങ്ങൾ കാണാനുണ്ട്, ഒരുപാട് കഥകൾ ഇതിനെപ്പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. സോ ഐ വാസ് സോ മച്ച് എക്സൈറ്റഡ് ടു സീ ഓൾ ദ ബ്യൂട്ടി അറൗണ്ട് ദ ടെമ്പിൾ. സോ ഐ ആം ജസ്റ്റ് ഹെഡിങ് ടുവേർഡ്സ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ടെമ്പിൾ കേദാർനാഥ്. മഹാഭാരത യുദ്ധത്തിന് ശേഷം തന്റെ ഗുരുക്കന്മാരുടെയും സഹോദരങ്ങളുടെയും രക്തമൊഴുക്കിയ പാപത്തിൽ നിന്നും മോക്ഷം നേടാൻ വേണ്ടി പാണ്ഡവന്മാർ ശിവന്റെ അനുഗ്രഹം തേടി യാത്ര പുറപ്പെട്ടു. യുദ്ധത്തിൽ കോപിതനായ ശിവൻ അവരിൽ നിന്നും മറഞ്ഞ് ഹിമാലയത്തിലെ ഗുപ്തകാശിയിൽ നന്ദിയുടെ രൂപത്തിൽ മറഞ്ഞിരുന്നു. അങ്ങനെ ശിവനെ തിരിച്ചറിഞ്ഞ ഭീമൻ നന്ദിയുടെ രൂപത്തിലുള്ള ശിവനെ പിടിച്ചു വലിക്കുകയും ശിവൻ അപ്രത്യക്ഷമാവുകയും ചെയ്തു എന്നാണ് വിശ്വാസം. ചിന്നിച്ചിതറിയ നന്ദിയുടെ ശരീരത്തിന്റെ മുതുകുഭാഗം വന്ന് പതിച്ചത് കേദാർനാഥിലാണത്രേ. അതോടുകൂടെ പാണ്ഡവന്മാർ അവിടെ ക്ഷേത്രം പണിയുകയും ശിവനെ ആരാധിക്കുകയും ശാപമോക്ഷം നേടുകയും ചെയ്തു എന്നാണ് വിശ്വാസം. പഞ്ചകേദാർ എന്നറിയപ്പെടുന്ന തുംഗനാഥ്, മധ്യമഹേശ്വർ, രുദ്രനാഥ്, കൽപേശ്വർ, കേദാർനാഥ്. ഇതിൽ കേദാർനാഥിലാണ് ശിവന്റെ ഏറ്റവും അധികം സാന്നിധ്യം അനുഭവിക്കുന്നതെന്നാണ് ഭക്തന്മാർ പറയുന്നത്. മഞ്ഞുമലകൾക്കിടയിൽ മുങ്ങി നിൽക്കുന്ന കേദാർനാഥ് ക്ഷേത്രം ഒരു അവിസ്മരണീയമായ അനുഭവം തന്നെയാണ്. കേദാർനാഥിൽ എത്തിച്ചേരുന്ന ഓരോ ഭക്തനെയും കാത്തിരിക്കുന്നത് ഭക്തിയുടെ വിഭിന്ന മുഖങ്ങളാണ്. കേദാർനാഥ ക്ഷേത്രവും അതിൻ്റെ ചുറ്റിലുമുള്ള കഥകൾ ഇനിയും ഒരുപാടുണ്ട്.
കേദാർനാഥിന്റെ വിശേഷങ്ങൾ കഴിഞ്ഞിട്ടില്ല. അടുത്ത വീഡിയോയിൽ ഭൈരവ ക്ഷേത്രവും ശങ്കരാചാര്യരുടെ സ്ഥാപനയും മറ്റുമൊക്കെ നമുക്ക് വിശദമായി കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു ഫോർ വാച്ചിങ്.